ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അല്ല ചേട്ടാ, പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നല്ല റിമാർക്കോടെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, അച്ഛന്റെ ഒഴിയിൽ വന്നതായതുകൊണ്ട് എന്റെ ജോലിക്ക് ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? യൂണിയൻകാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ തന്നെ ചത്തു മണ്ണടിഞ്ഞു പോയത് എന്റെ അച്ഛൻ ജീവനോടെ കുഴിയിൽ നിന്ന് എണീറ്റ് വരണം. അതേതായാലും ഉണ്ടാവാൻ പോണില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ചെറിയ വിളിയാ, 5.25. ഇവിടെ ചില്ലറയൊന്നുമില്ല. പിന്നെ തന്നാ മതി. ആ നോട്ട് വാങ്ങി ചില്ലറ മാറ്റി കൊടുത്താ പോരായിരുന്നു. ഇങ്ങനെ ദാനം കൊടുക്കാൻ മുതലാളി ആരാ? അലക്സാണ്ടർ കൊടുത്തു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു 3 ലക്ഷം രൂപ കിട്ടിയാൽ ഒറ്റ വിളി കൊണ്ട് 3 ലക്ഷം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലടാ, 3 ലക്ഷം രൂപ കിട്ടിയ 1 ലക്ഷം രൂപ ആ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാം. 2 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ അവന്റെ ശമ്പളത്തിനുള്ള പലിശ കിട്ടും. പ്രശ്നം തീർന്നേനെ. എന്തു പ്രശ്നം? അല്ല, പ്രശ്നം എന്താണ്? പ്രശ്നമൊന്നുമല്ല. പ്രശ്നം എന്ന് പറയാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നീ ഇതൊക്കെ ഒന്ന് നോക്ക്. ഇങ്ങേർക്ക് എന്ത് വട്ടായിപ്പോയ? ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ. ഈ റെസിറ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നമസ്കാരം. ഇരിക്ക. പണക്കയുടെ വരെ ഇവിടേക്ക് വന്ന അമ്മയോട് നേരിട്ട് പറയണമെന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതാ. പുറപ്പെടുമ്പോ 5-8 പേരുണ്ടായിരുന്നു. ചായ ഒടിച്ച് നോക്കിയപ്പോ മറ്റവരൊന്നും കണ്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയോടെ കൃഷ്ണക്കുറുപ്പിന്റെ പണക്കയുടെ വലിപ്പം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ. നല്ലൊരു ദിവസം നോക്കി ആ കിഴി ആഘോഷമായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാനാ ഭാവം. ആ കിഴി അങ്ങോട്ട് വാങ്ങിക്കുക. അതോടെ കുറുപ്പ് മരിച്ചതിന്റെ സമസ്ത ദുഃഖങ്ങളും അങ്ങോട്ട് മറക്കുക. ഞങ്ങളുടെ ഒരു അപേക്ഷയാണിത്. സ്നേഹത്തിന് നന്ദിയുണ്ട്, പക്ഷേ എന്റെ ദുഃഖം മാറ്റാൻ ഈ കിഴിയുടെ ആവശ്യമൊന്നുമില്ല. എന്താ ഈ പറയണത്? മരിച്ചവർക്ക് എന്താ പരമാനന്ദ സുഖമല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പ്രാരാബ്ധവും ദുഃഖവും. എന്നാ ഒരു കാര്യം പറയാലോ, കൃഷ്ണക്കുറുപ്പ് മരിച്ചപ്പോഴാ കൃഷ്ണക്കുറുപ്പിന്റെ വില അറിയുന്നത്. ജീവിച്ചിരുന്നതിനേക്കാൾ പച്ച പിടിച്ചില്ലേ കുടുംബം. ആന ജീവിച്ചിരുന്നാലും ചെരിഞ്ഞാലും 12,000 ഒരു പഴഞ്ചൊല്ലുണ്ട്. ജീവിച്ചിരുന്നാൽ ലക്ഷക്കണക്കിനാ വില, ചത്താൽ അതിനേക്കാ വില. ആന കൊമ്പിനെന്താ വില, പല്ലിനെന്താ വില, നഖത്തിനെന്താ വില, ആന വാലിന് പോലും എന്താ വില. സത്യം പറഞ്ഞാൽ കുറുപ്പും ഒരു ആനയായിരുന്നു, തുമ്പിക്കൈ ഇല്ലാത്ത ഒരാന. അറിയാലോ, ഞാനും കുറുപ്പും ഈച്ചയും ശർക്കരയും മതിയായിരുന്നു. 2 ഉടലും ഒരു മനസ്സും. കേട്ടിട്ടുണ്ട്. കുറുപ്പ് പറയാറുണ്ടോ? ഇല്ല, എന്നാലും അറിയാം. അമ്മയോടൊരു കാര്യം പറയണം. അല്ല, അത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വേണ്ട, അത് പറ്റില്ല. അമ്മയോട് തന്നെ പറയണം. കാര്യം പറ ചേട്ടാ. ഞാൻ പറയണ്ടെന്ന് ഉദ്ദേശിച്ചതാ. ഒരാള് മരിച്ചതിനേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതുകൊണ്ട് ഒന്ന് പറഞ്ഞു കളയാവുന്ന കാര്യം. എന്താ? മുമ്പ് കമ്പനി വെച്ച് കുറുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഒരു അത്യാവശ്യത്തിന് 5,400 രൂപ കടം മേടിച്ചിരുന്നു. അത് തരാതെയാണ് കുറുപ്പ് പോയത്. ആ കാശ് ഞാൻ ഈ കിഴിയിൽ നിന്ന് എടുക്കും. അച്ഛൻ എന്ത് കടം വാങ്ങിയാലും ആ കാര്യം ഏട്ടനോട് പറയും. കണിശക്കാരനായതുകൊണ്ട് ഏട്ടൻ അതെല്ലാം എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാൻ ഞാൻ ഏട്ടനോട് പറയാം. ഇനി അഥവാ ഏട്ടൻ അത് എഴുതി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാലും വെട്ടിക്കളയാൻ പറയാം. അല്ല, അപ്പൊ പിന്നെ ഇത് അക്രമ. ഞാനിത് സമ്മതിക്കില്ല. വെള്ളം ചൂടാക്കണതോ? അല്ലടി, മരിച്ചുപോയ കുറുപ്പിന്റെ പേരും പറഞ്ഞ് ആ കണാരം പിരിവ് തുടങ്ങിയിട്ട് കാലം കുറയായി. ശുദ്ധ തട്ടിപ്പാ. വേണ്ടാന്ന് സരസ്വതി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ പണം മുഴുവൻ തൊഴിലാളികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ അവന്റെ സ്കൂളും പൂട്ടും. അത് പൂട്ടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാം. വേഗം വരണം, ഞാൻ വെള്ളം പറക്കി വെക്കും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് കാരണന്മാര് പറഞ്ഞത് നേരാ. ഇങ്ങനെയുണ്ടോ കാട്ടുകള്ളന്മാര്? അടിയോടി പോവൂ. ചേട്ടാ 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 കേട്ടോ ചേട്ടാ ചേട്ടാ. എന്താ എന്തേണ്ടായേ? അയ്യോ എന്റെ ഭഗവതി, ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ഒന്ന് പിടിക്കാൻ. ചേട്ടാ ചേട്ടാ, കണ്ണുറക്കേട്ടാ. നീ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വാ.
ചേട്ടോ കമ്പനിയിൽ വന്നിട്ട് കാപ്പി കൂടെ കുടിക്കാതെ എന്താ? ഞാൻ കണ്ടു എന്തുണ്ടു? കൃഷ്ണക്കുറുപ്പിനെ ഞാൻ കണ്ടു സുധാകര. അതേ രൂപം, അതേ വേഷം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടും എന്നോട് അച്ഛന് സ്നേഹമുള്ളതുകൊണ്ടും ഞാൻ ബോധം കെട്ടു വീണു. എന്തൊക്കെ ചേട്ടാ ഈ പറയുന്നത്? അതൊക്കെ വെറും ഒരു തോന്നലല്ലേ? ഈ 2 കണ്ണുകളും ഞാൻ ജനിച്ച അന്ന് മുതൽ കൊണ്ടു നടക്കുന്നതാ. ഇവരെന്നെ ചതിക്കില്ല. ഞാൻ കണ്ടു, കൃഷ്ണക്കുറുപ്പിന്റെ ആത്മാവിനെ ഞാൻ കണ്ടു. മോനെ സുധാകര, അച്ഛന്റെ ആത്മാവ് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. അത് തീർച്ചയാ. എന്റെ ഭഗവതി. ഇന്ന് അമാവാസി, വിശാഖം നക്ഷത്രം. കുറുപ്പിന്റെ നക്ഷത്ര വിശാഖം. കുറുപ്പ് വരാൻ ഇതിലും നല്ലൊരു സമയം വേറെ ഇല്ല. ചേട്ടൻ ആരെയാ തൊടുന്നേ? കുറുപ്പാതിലേ പോയത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ വീടല്ലേ? ആരാ? ഇൻഷുറൻസ് കമ്പനിന്നാ. ഗുഡ് മോർണിംഗ് സർ. ഐ എം വിനയ് ചന്ദ്രൻ. Hello. പ്ലീസ് കം. അത് മുഴുവൻ ഞാൻ കഴിക്കുന്നേ. ഇൻഷുറൻസുകാർ വന്നിട്ടുണ്ട്. അമ്മയെ കാണണമെന്ന് പറയുന്നു. എനിക്കാരെയും കാണണ്ട. പക്ഷെ അവർക്ക് കാണണം. എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മറുപടി പറയുകയും വേണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അച്ഛന്റെ കൂടെ ഇരുത്തി ഒരു ചായ കൊടുക്ക്. അച്ഛൻ മരിച്ചു പോയെന്ന് അവർക്ക് എഴുതി വെച്ച കടലാസിൽ അമ്മ ഒപ്പിട്ടിട്ടുണ്ട്. അത് മറക്കണ്ട. വരൂ അമ്മേ. ഇതാണ് ഓഫീസർ മിസ്റ്റർ നാരായണസ്വാമി. ഓ, മരിച്ച കൃഷ്ണക്കുറുപ്പ് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. വിധവകൾ സാധാരണയായി സിന്ദൂരം തൊട്ട് കാണാറില്ല. അമ്മ പിന്നെ സിന്ദൂരം എടുത്തു തൊട്ടോ? അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ വന്നു. അതിപ്പോ മാറി വരുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരായിരുന്നു. നിങ്ങൾ അതിനത് വായിച്ചത്? അല്ല, സാധാരണയായി അത് പാടില്ലാത്തതാണല്ലോ. ആ, ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ശരി സാർ. കരയാതെ, സാരമില്ല. സിന്ദൂരം തൊട്ടാലില്ലെങ്കിൽ നീ സുമംഗലി തന്നെയാ. ദാ ഇവിടെ ഒരു ഉപ്പ്, പിന്നെ ഇവിടെയും. ഒരു അൺയൂഷ്വൽ ഡെത്ത് ആയതുകൊണ്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞ് പേയ്മെന്റ് വരാൻ 1-2 ആഴ്ച പിടിക്കും. പിന്നെ എല്ലാ മക്കളും ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. ശരി സാർ. ശരി. സുമതി, സുമതി, എന്താ? കിട്ടി, കിട്ടി. എന്തോന്ന് കൊലയോ? കൊലയല്ല, നിന്റെ തല. അവിടെ LIC കിട്ടിയെന്ന്. എന്റെ ഗുരുവായൂരപ്പ, നേരോ? നേര്. നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു.